ഹലോ ഓൾ. ഖുഷ്വന്ത് സിംഗ് എഴുതിയ കർമ്മ എന്ന ഷോർട്ട് സ്റ്റോറിയാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് സർ മോഹൻലാൽ ആണ്. മോഹൻലാൽ ഓക്സ്ഫോർഡിൽ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ വ്യക്തിയാണ്. അതുപോലെ തന്നെ അയാൾക്ക് ഭയങ്കര ഒരു ഇംഗ്ലീഷുകാരനെ പോലെ നടക്കാനായിട്ട് ഒരുപാട് താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യക്കാരെയും ഇന്ത്യയുടെ കൾച്ചറിനെയും ഒക്കെ മൊത്തത്തിൽ ഒരു പുച്ഛമുള്ളൊരു മനുഷ്യനായിരുന്നു സർ മോഹൻലാൽ. അങ്ങനെ സർ മോഹൻലാൽ റെയിൽവേ സ്റ്റേഷനിലെ ഫസ്റ്റ് ക്ലാസ് വെയിറ്റിംഗ് റൂമിൽ ട്രെയിൻ വരാനായിട്ട് കാത്തിരിക്കുമായിരുന്നു. ആ സമയത്ത് ഒരു മിറർ കണ്ടു. അത് മെയ്ഡ് ഇൻ ഇന്ത്യ ആയിട്ടുള്ള മിററായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ കണ്ടിട്ട് വരെ സർ മോഹൻലാലിന് ഒരു പുച്ഛം ഉണ്ടായിരുന്നു. ഇന്ത്യക്കാരുടെ കൾച്ചറൊക്കെ പോലെ തന്നെ എനിക്ക് സഹതാപം വരുന്നു ഇത് കണ്ടിട്ട് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് സർ മോഹൻലാലിന് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു ലുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു ഇന്ത്യക്കാരനായിട്ട് നടക്കാൻ ഒരു കാരണവശാലും അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളത്. വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാണുമ്പോൾ ഇംഗ്ലീഷുകാരനെ പോലെ തോന്നിക്കുന്ന ടൈപ്പ് ഡ്രസ്സും സ്യൂട്ടും അതുപോലെ തന്നെ ടൈയും ഒക്കെ വെച്ചിട്ടാണ്, അതുപോലെ തന്നെയുള്ള പെർഫ്യൂംസ് ഒക്കെയാണ് അദ്ദേഹം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് സർ മോഹൻലാൽ. ബ്രിട്ടീഷ് കൾച്ചറിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു മോഹൻലാൽ. അതുകൊണ്ട് തന്നെ സ്വന്തം റൂട്ടായിട്ടുള്ള ആ ഒരു ഇന്ത്യൻ എന്ന് പറയുന്ന ആ ഒരു എസൻസിനെ അദ്ദേഹം വെറുത്തിരുന്നു. അതുമാത്രമല്ല, ഇന്ത്യക്കാർ മൊത്തത്തിൽ ഇൻഫീരിയർ ആണ്, അവർ ഇന്നെഫിഷ്യൻ്റ് ആണ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു സർ മോഹൻലാലിന് ഉണ്ടായിരുന്നത്. സർ മോഹൻലാൽ ഇന്ത്യനാണ് എങ്കിൽ പോലും ട്രെയിൻ വരാനായിട്ട് ഇനിയും സമയമുണ്ടെന്ന് മനസ്സിലാക്കിയ സർ മോഹൻലാൽ കുറച്ച് മദ്യപിക്കാനായിട്ട് തീരുമാനിച്ചു. റെയിൽവേ സ്റ്റേഷൻ്റെ വെയിറ്റിംഗ് റൂമിന് പുറത്തായിട്ട് അദ്ദേഹത്തിൻ്റെ ലഗേജുകളൊക്കെ ഉണ്ട്. അതിൻ്റെ അടുത്തായിട്ട് ലേഡി മോഹൻലാലും അവിടെ ഉണ്ട്. സർ മോഹൻലാൽ എന്നും ലേഡി മോഹൻലാലും എന്ന് വിളിക്കുന്നതും ഒക്കെ ഒരു ബ്രിട്ടീഷ് കൾച്ചറിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഇങ്ങനെ വിളിക്കണമെന്നില്ല, അത് ഒരു സർക്കാസം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുവാണ്. മോഹൻലാലിൻ്റെ ഭാര്യ ലേഡി മോഹൻലാൽ. കാരണം സർ മോഹൻലാലിന് ഇതേപോലെ വിളിക്കുന്നതായിരിക്കണം ഇഷ്ടം. അതുകൊണ്ട് കളിയാക്കുന്ന രീതിയിലാണ് ഇവിടെ ഖുഷ്വന്ത് സിംഗ് ലേഡി മോഹൻലാൽ, ലേഡി മാക്ബത്ത് എന്ന് പറയുന്നത് പോലെ സർ മോഹൻലാൽ ലേഡി മോഹൻലാൽ എന്ന് കളിയാക്കി പറയുവാണ് ചെയ്യുന്നത്, ഒരു സർക്കാസം പോലെ. അപ്പം ലേഡി മോഹൻലാൽ പുറത്തിരിക്കുകയാണ്. അവരെന്താണ് ചെയ്യുന്നത്? കയ്യിലുള്ള ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് വിഷറ് പോലെ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ കയ്യിൽ കുറച്ച് വെറ്റിലയും ചുണ്ണാമ്പൊക്കെ ഉണ്ട്. അതൊക്കെ ചവച്ചുകൊണ്ട് അവരവിടെ ഇരിക്കുന്നു. അവർ ഷോർട്ടാണ്, ഫാറ്റാണ്, ഒരു മിഡിൽ 40s ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ഒരു സ്ത്രീയാണ്. മോഹൻലാലിൽ നിന്നും എൻറ്റയർലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു അറ്റയറും കാര്യങ്ങളുമാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അവർക്കൊരു ഡേർട്ടി വൈറ്റ് സാരി ഉണ്ട്, അതിന് റെഡ് ബോർഡറുള്ള ഒരു വൈറ്റ് സാരിയാണ് എടുത്തിരിക്കുന്നത്. അവർക്കൊരു ഡയമണ്ട് മൂക്കുത്തിയൊക്കെ ഉണ്ട്. വളരെ ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഒരു സ്ത്രീയാണ് എന്ന് അവരെ കാണുമ്പോഴേ മനസ്സിലാവും. അവരുടെ കയ്യിൽ കുറച്ച് സ്വർണ്ണവളയുണ്ട്, മൂക്കുത്തിയുണ്ട്. പിന്നെ അവർ എല്ലാവരോടും സംസാരിക്കും. കൂലി ആയാലും അവിടെ എന്ത് ചെറിയ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും അവരോടെല്ലാം ഒരുപാട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ലേഡി മോഹൻലാൽ. അവരുടെ ഒറിജിനൽ പേരെന്ന് പറയുന്നത് ലക്ഷ്മി എന്നാണ്. അങ്ങനെ ലക്ഷ്മി അടുത്ത് കണ്ട ഒരു കൂലിയുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂലി ചോദിക്കുന്നുണ്ട്, ആർ യു ട്രാവലിംഗ് എലോൺ സിസ്റ്റർ? അപ്പം പറയുകയാണ്, ഇല്ല, ഞാൻ എൻ്റെ മാസ്റ്ററിൻ്റെ കൂടെയാണ് ഇപ്പം ട്രാവൽ ചെയ്യുന്നത്. മാസ്റ്റർ എന്ന് പറയുന്നത് ഹസ്ബൻഡിനെയാണ് കാണിക്കുന്നത്. അദ്ദേഹം വെയിറ്റിംഗ് റൂമിലാണ്, അദ്ദേഹം ഫസ്റ്റ് ക്ലാസ്സിലാണ് യാത്ര ചെയ്യുന്നത്. ഞാൻ പക്ഷേ ആ ഒരു ലെവലിൽ എത്തി നിൽക്കാത്ത ഒരാളായതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിലൊന്നും യാത്ര ചെയ്യുന്നില്ല. ഞാൻ ഒരു വിമൻ റിസർവ്ഡ് ഇൻ്റർ ക്ലാസ്സിലാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. എനിക്ക് ഇംഗ്ലീഷ് ഒട്ടും മനസ്സിലാവത്തുമില്ല, അവരുടെ കൾച്ചർ ഫോളോ ചെയ്യാനും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിവിടെ നേറ്റീവായിട്ടുള്ളൊരു സ്ത്രീയാണ്, അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ ലെവലിലോട്ട് എത്താനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇൻ്റർ ക്ലാസ്സിനകത്ത് യാത്ര ചെയ്യാൻ തീരുമാനിച്ചത്. ലക്ഷ്മിക്കാണെങ്കിൽ സംസാരിക്കാനായിട്ടൊരാളെ കിട്ടിയപ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമായി. അവർക്ക് കുറച്ച് ഗോസിപ്പ് പറയുന്നതൊക്കെ സംസാരിക്കുന്നതൊക്കെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സംസാരിക്കാനായിട്ട് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവളുടെ അടുത്ത് അദ്ദേഹം സംസാരിക്കാറില്ല. ലക്ഷ്മി വീടിൻ്റെ മുകളിലത്തെ നിലയിലാണ് താമസിക്കുന്നത്. അവൾ താഴോട്ടങ്ങനെ വരാറുമില്ല. അദ്ദേഹമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ മിക്കപ്പോഴും കാണുന്നത്. അപ്പം
ലക്ഷ്മി ഒരു ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ ഇത്ര ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ളൊരു സ്ത്രീയെ എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് കാണിക്കാൻ അദ്ദേഹത്തിന് നാണക്കേടാണ്. അതൊക്കെ കൊണ്ടാണ് അവൾ താഴേക്ക് ഇറങ്ങി വരാത്തത്. വല്ലപ്പോഴുമൊക്കെ അദ്ദേഹം മുകളിലേക്ക് ചെല്ലും. ഒരു ഭാര്യ എന്നുള്ള നിലയിൽ അയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം അവൾ ചെയ്യും. അതുപോലുള്ള അവരുടെ ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആ ഒരു റിലേഷനാണ് അവിടെ കാണിക്കുന്നത്. അങ്ങനെ എന്താണ് ഇൻറ്റിമസി എന്നാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ. അവിടെ പ്രത്യേകിച്ച് ഇൻറ്റിമസി ഒന്നുമില്ല. മാസ്റ്റർ സ്ലേവിൻ്റെ അടുത്ത് എന്തൊക്കെ ചെയ്യാൻ പറയുന്നു, സ്നേഹത്തിന് പുറത്ത് സ്ലേവ് അത് ചെയ്യും. പക്ഷേ മാസ്റ്ററിന് അവിടെ സ്നേഹമൊന്നുമല്ല, ഭർത്താവായി പോയി, ഭാര്യയാണല്ലോ എന്നുള്ള രീതിയിൽ അയാൾ ഓർഡർ ഇടുന്നു, ഭാര്യ അതുപോലെ ചെയ്യുന്നു. പക്ഷേ അവർക്ക് ഒന്നും തന്നെ ഇല്ല. അപ്പോഴാണ് ട്രെയിൻ അങ്ങോട്ടേക്ക് വരുന്നത്. അത്രയും നേരം ലക്ഷ്മി കഴിച്ചുകൊണ്ടായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അവൾ പെട്ടെന്ന് പോയി കൈയൊക്കെ കഴുകിയിട്ട് ഈ നല്ലൊരു ഫില്ലിംഗ് ആയിട്ടുള്ളൊരു മീല് തന്നതിന് ദൈവത്തിന് നന്ദിയൊക്കെ പറഞ്ഞിട്ട് ട്രെയിനിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. അങ്ങനെ ലക്ഷ്മി ഇൻ്റർ ക്ലാസ് കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറി. അവിടെ ലക്ഷ്മി വിചാരിച്ച പോലെ വലിയ തിക്കും തിരക്കും ഒന്നുമില്ലായിരുന്നു. അവൾക്ക് എം ടി ആയിട്ടുള്ള ഒരു കമ്പാർട്ട്മെൻറ്റാണ് കാണാനായിട്ട് സാധിച്ചത്. അവൾ പീസ്ഫുള്ളായിട്ട് ഒരിടത്ത് പോയിരുന്നു. ഇതേ സമയത്ത് സ്കോച്ചൊക്കെ ഇങ്ങനെ പതുക്കെ കുടിച്ച് സിപ്പ് ചെയ്തുകൊണ്ടിരുന്ന സർ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ട്രെയിൻ വന്നെന്നറിയുന്നു. അദ്ദേഹം വലിയ ഹറിബറി ഒന്നും കാണിക്കുന്നില്ല. അങ്ങനെയാണ് കൾച്ചേർഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നത്. ഓടിച്ചെന്ന് സീറ്റ് ആദ്യമേ പിടിക്കുക, ആ പരിപാടിയൊന്നുമില്ല. സർ മോഹൻലാൽ ഇങ്ങനെ പതുക്കിയിരിക്കുന്നു. കൂലി സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുവെക്കും. അപ്പോൾ സർ മോഹൻലാൽ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുവാണ്, ഞാൻ ഭയങ്കര ഇംഗ്ലീഷുകാരൻ്റെ ഒരു കൾച്ചറാണല്ലോ ഞാൻ ഫോളോ ചെയ്യുന്നത്. എനിക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനറിയാം. എൻ്റെ ഇംഗ്ലീഷ് കേട്ട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, ഞാൻ എവിടെയാണ് പഠിച്ചത്, നിങ്ങൾ ഇംഗ്ലീഷുകാരനാണോ എന്നുള്ള രീതിയിലാണ് ആൾക്കാരൊക്കെ ഭയങ്കര അമ്യൂസ്ഡ് ആയി പോകും എൻ്റെ ലെവൽ ഓഫ് ഇംഗ്ലീഷ് കണ്ടിട്ട്. സോ ഞാൻ ബേസിക്കലി ഒരു ഇംഗ്ലീഷുകാരൻ്റെ മൊത്തം കൾച്ചറും ഫോളോ ചെയ്യുന്ന ഒരാളാണ്. സർ മോഹൻലാലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം മിക്കവാറും കാര്യങ്ങളെല്ലാം പറയുന്നത് ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും. ഹി റെയർലി സ്പോക്ക് ഹിന്ദുസ്ഥാനി. ഹിന്ദി അങ്ങനെ പറയുന്നത് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇൻ കേസ് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ഹിന്ദി പറയേണ്ട ഒരു സാഹചര്യമാണ് വരുന്നതെങ്കിൽ ഒരു ആംഗ്ലിസൈസ്ഡ് ഹിന്ദുസ്ഥാനിയാണ് അദ്ദേഹം പറയുന്നത്. ഒരു ഇംഗ്ലീഷിൻ്റെ ചൊവ്വയുള്ള ഒരു ഹിന്ദിയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനൊരു വ്യക്തിയാണ് അദ്ദേഹം. വളരെ എക്സൈറ്റഡ് ആണ് ഈ ട്രെയിൻ യാത്രയ്ക്ക്. കാരണം ഫസ്റ്റ് ക്ലാസ്സിലാണല്ലോ. ഫസ്റ്റ് ക്ലാസ്സിലായതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ ഇംഗ്ലീഷുകാർ അതിനകത്ത് കാണും. അപ്പോൾ അവർത്തൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാം എന്നുള്ള ആ ഒരു കാര്യമാണ് ഇത്രയും അയാളെ എക്സൈറ്റഡ് ആക്കുന്നത്. തീർച്ചയായും അദ്ദേഹം ഉള്ളിടത്ത് ഏതെങ്കിലുമൊക്കെ ഇംഗ്ലീഷ് ഓഫീസേഴ്സ് വരാനായിട്ട് ചാൻസ് ഉണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അവരുമായിട്ടൊരു ഇംപ്രസീവായിട്ടുള്ള കോൺവെർസേഷനിൽ ഏർപ്പെടണം എന്നുള്ള കാര്യങ്ങളൊക്കെ അയാളിങ്ങനെ മൈൻഡിൽ കുറിച്ച് വെച്ചു. സാധാരണ ഇന്ത്യക്കാർ ചെയ്യുന്നത് പോലെ പെട്ടെന്നൊരു ബ്രിട്ടീഷറിനെ കണ്ടു കഴിഞ്ഞാൽ ചാടിക്കേറി ലൗഡായിട്ട് അഗ്രസീവായിട്ട് ഭയങ്കര ഈഗേർനെസ് കാണിച്ചുകൊണ്ടൊന്നും അയാൾ മിണ്ടത്തില്ല. കാരണം ഇന്ത്യൻ ആണെന്ന് കാണിക്കരുത്. സാധാരണ മൊത്തത്തിൽ ഇന്ത്യക്കാരോട് മൊത്തത്തിൽ പുച്ഛമാണല്ലോ. അതുകൊണ്ടാണ് അയാളുടെ മൈൻഡിൽ ഇങ്ങനെ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അഗ്രസീവായിട്ടുള്ള ലൗഡായിട്ട് ഉറക്കെ കാര്യം പറയുന്ന കുറച്ച് ആൾക്കാരാണ്, അവർ കൾച്ചർലെസ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ളൊരു ഒപ്പീനിയനാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും അയാൾ പെരുമാറത്തില്ല. അയാൾ സ്വന്തം സീറ്റിൽ മാറിയെന്ന് ഒരു വിൻഡോയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് തൻ്റെ കയ്യിലിരിക്കുന്ന ദ ടൈംസിൻ്റെ കോപ്പി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് വായിക്കാൻ വേണ്ടിയിട്ടല്ല. ആൾക്കാരെ കാണിക്കാനും അല്ലെങ്കിൽ ബ്രിട്ടീഷേഴ്സിനെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ദ ടൈംസ് എടുത്ത് വെച്ചേക്കുന്നത്. എന്നിട്ട് അത് മടക്കി ദ ടൈംസ് എന്നുള്ള ആ ഒരു പേര് വിസിബിൾ ആവുന്ന രീതിയിൽ, അപ്പുറത്തേക്കുന്ന ആൾക്ക് വിസിബിൾ ആവുന്ന രീതിയിൽ മടക്കി വെച്ചിട്ട് അതിനകത്തുള്ള ക്രോസ് വേർഡ് പസിലൊക്കെ ചെയ്യുന്ന രീതിയിൽ. കാരണം ആൾക്കാരുടെ അറ്റൻഷൻ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടിയെല്ലാം ചെയ്യുന്നത്. ഇനി ഇൻ കേസ് ആർക്കെങ്കിലും ഇത് തൻ്റെ കയ്യിൽ നിന്ന് ബോറോ ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് കൊടുക്കാം. അപ്പം അവിടെ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുമല്ലോ. പിന്നെ അയാളുടെ അറ്റയറും കൂടെ കാണുമ്പോഴത്തേക്കും ഉറപ്പിക്കും അയാൾ ഭയങ്കര കൾച്ചേർഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്, സാധാ ഇന്ത്യൻസിനെ പോലെയൊന്നും അല്ല അയാളെന്ന്. അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബ്രിട്ടീഷേഴ്സ് അയാളുടെ അടുത്ത് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഓഫീസേഴ്സ് അയാളുടെ അടുത്ത് സംസാരിക്കാനായിട്ട് വരും എന്ന് അയാൾക്കൊരു ഉറപ്പുണ്ട്. ഇനി അറ്റയറും അല്ലെങ്കിൽ അയാൾ ധരിച്ചിരിക്കുന്ന ടൈയോ അല്ലെങ്കിൽ ദ ടൈംസിൻ്റെയോ ഈ ഐഡിയ ഒന്നും ഫലിച്ചില്ല എന്നുണ്ടെങ്കിൽ അയാൾ ഉടനെ അയാളുടെ ബെയററിനെ വിളിച്ചിട്ട് കുറച്ച് സ്കോച്ച് കൊണ്ടുവരാനായിട്ട് പറയും.
വിസ്കി ഒക്കെ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ ഇംഗ്ലീഷുകാരന്മാർക്ക് എന്നെ മൈൻഡ് ചെയ്യാതിരിക്കാനായിട്ട് അയാൾക്ക് പറ്റില്ല. ഇൻ കേസ് മൈൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഗോൾഡ് സിഗരറ്റ് എടുക്കും, അതിനകത്ത് നിറയെ ഇംഗ്ലീഷ് സിഗരറ്റ്സ് ആയിരിക്കും. എൻ്റെ അതിൻ്റെ കേസിനകത്ത് നിറയെ ഇംഗ്ലീഷ് സിഗരറ്റ്സ് ആയിരിക്കും. ഇതെല്ലാം കണ്ടിട്ട് അവർ വിചാരിക്കും, ഇന്ത്യയിൽ എങ്ങനെയാണ് ഇംഗ്ലീഷ് സിഗരറ്റ്സ് വരുന്നത്, ഓ ആരായിരിക്കും അയാൾക്കിത് കൊടുത്തത്. അപ്പം ഇതെല്ലാം കണ്ടിട്ട് ഉറപ്പായിട്ടും അവിടെ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാവിധ ചാൻസും ഉണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. സർ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലണ്ടിൽ ചെലവഴിച്ച 5 വർഷം എന്ന് പറയുന്നത് ഇന്ത്യയിൽ അദ്ദേഹം ചെലവഴിച്ച 45 വർഷത്തേക്കാളും ഗ്ലോറിയസ് ആയിരുന്നു. അയാൾക്ക് ഇപ്പോഴും അത് മിസ് ചെയ്യുന്നുണ്ട്. വളരെ നല്ലൊരു കാലമായിരുന്നു അതെന്നാണ് അദ്ദേഹം പറയുന്നത്. റാദർ ദാൻ ബീങ് ഹിയർ വിത്ത് ഡേർട്ടി വൾഗർ കൺട്രിമെൻ. അങ്ങനെ എന്തായാലും സർ മോഹൻ കമ്പാർട്ട്മെൻറ്റിനുള്ളിൽ കയറി അയാളുടെ സീറ്റ് കണ്ടുപിടിച്ചു, അവിടെ കയറിയിരുന്നു. അയാളുടെ ദ ടൈംസ് എടുത്ത് വെച്ചിട്ട് വായിക്കാനെന്നുള്ള രീതിയിൽ ഇംഗ്ലീഷുകാരെ ആകർഷിക്കാനായിട്ട് അവിടെ റെഡി ആയിട്ടിരുന്നു. ആ സമയത്താണ് 2 ബ്രിട്ടീഷ് സോൾജിയേഴ്സ് അതിലേക്കൂടെ നടന്നു വരുന്നത്. ഇവരെ 2 പേരെയും കണ്ടപ്പോഴത്തേക്കും സർ മോഹൻലാലിന് വളരെയധികം സന്തോഷമായി. എന്താണെന്ന് വെച്ചാൽ സംസാരിക്കാൻ 2 ഇംഗ്ലീഷുകാർ വരുവാണ്. അവർ സോൾജിയേഴ്സാണ്, അവർക്ക് സെക്കൻഡ് ക്ലാസ്സിൽ മാത്രമേ യാത്ര ചെയ്യാനായിട്ടുള്ള അനുവാദമുള്ളൂ. ഇപ്പം സർ മോഹൻ ഇരിക്കുന്നത് ഫസ്റ്റ് ക്ലാസ്സിലാണല്ലോ, എന്നാലും കുഴപ്പമില്ല, ഞാൻ ഗാർഡ്സിൻ്റെ അടുത്തെങ്ങാനും പറഞ്ഞിട്ട് അവർക്കും കൂടെ ഇവിടെ ഇരിക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. എന്തായാലും ഇംഗ്ലീഷുകാരല്ലേ, ഭയങ്കര കൾച്ചേർഡായിട്ടുള്ള ആൾക്കാരല്ലേ, ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ച് പോവാം, എന്തായാലും എൻ്റെ പേരിൽ അവർക്ക് ഇവിടെ ഒരു സീറ്റ് ഒപ്പിച്ച് ഞാൻ കൊടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഈ സോൾജിയേഴ്സ് വന്നിട്ട് നോക്കുവാണ് ഒഴിഞ്ഞ ഏതെങ്കിലും സീറ്റ് ഉണ്ടോ എന്ന്. ആ സമയത്താണ് സർ മോഹൻ ഇരിക്കുന്നത് കണ്ടത്. അപ്പം ഒരു സോൾജിയർ മറ്റേ സോൾജിയറിനെ വിളിച്ചിട്ട് പറയാം, ദേ ഒരുത്ത അവിടെ ഇരിപ്പുണ്ട് എന്ന് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുകയാണ്. ആ സമയത്ത് ആ സോൾജിയർ പറഞ്ഞത്, ഗെറ്റ് ദ നിഗർ ഔട്ട്, അയാളെ വേഗം എടുത്ത് വെളിക്കളാം എന്ന് പറഞ്ഞിട്ട് അവർ ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് സർ മോഹനെ എടുത്ത് കളയാനായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ആ സോൾജിയേഴ്സ് പറയുന്നുണ്ട്, ദിസ് ഇസ് റിസർവ് സീറ്റ്. ആ സമയത്ത് ഹിന്ദിയിൽ തന്നെയാണ് ഈ ബ്രിട്ടീഷേഴ്സ് സർ മോഹൻലാലിന് മനസ്സിലാവാൻ വേണ്ടി പറയുന്നത്, ജനത റിസർവ്ഡ് ആർമി ഫൗജ് എക്ദം ജാവോ ഗെറ്റ് ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സർ മോഹൻലാലിനെ അവിടുന്ന് പറഞ്ഞു വിടുവാണ് ചെയ്യുന്നത്. പോയില്ല എന്നുണ്ടെങ്കിൽ എടുത്ത് വെളിക്കളയാനും റെഡിയായിട്ട് അവർ ഡോറ് തുറന്നിട്ട് ഇരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് സർ മോഹൻലാൽ തൻ്റെ പ്യുവറായിട്ടുള്ള ഓക്സ്ഫോർഡ് ആക്സൻറ്റിൽ പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇംഗ്ലീഷ് കേട്ടപ്പോഴത്തേക്കും ആ സോൾജേഴ്സ് വിചാരിച്ചു, ഇംഗ്ലീഷ് പോലെ സൗണ്ട് ചെയ്യുന്നുണ്ട്, ഇറ്റ് സൗണ്ട്സ് ലൈക്ക് ഇംഗ്ലീഷ്, ബട്ട് സ്റ്റിൽ അയാളുടെ ലുക്കൊക്കെ കണ്ടിട്ട് ഒരു ഇന്ത്യൻ ആയിട്ടാണ് തോന്നുന്നത്, ഇതെങ്ങനെയാണ് ഇയാൾ ഇംഗ്ലീഷ് പഠിച്ചത് എന്നുള്ള രീതിയിലൊക്കെ അവരുടെ മൈൻഡിൽ ഇങ്ങനെ പോയി. ഞാൻ ഗാർഡ്സിനെ എല്ലാവരെയും കൂടെ വിളിക്കും, നിങ്ങളെ അറസ്റ്റ് ചെയ്യിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സർ മോഹൻലാൽ ഉറക്കെ ഷൗട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോഴത്തേക്കും ജിമ്മും ബില്ലും, അതായത് 2 സോൾജിയേഴ്സ് ഇവനെ എടുത്തിട്ട് സർ മോഹൻലാലിനെ എടുത്ത് വെളി കളയാനായിട്ട് റെഡിയായി. അപ്പോഴത്തേക്കും പ്രപ്പോസ്ട്രസ് എന്ന് പറഞ്ഞ് ഹൈലി ഓക്സ്ഫോർഡ് ആക്സൻറ്റിൽ അയാളങ്ങനെ വിളിച്ചു കൂവാണ്. ഇതെല്ലാം കേട്ടിട്ട് ഇവർക്ക് ഒരു സംശയമുണ്ട്, ഇതെങ്ങനെ ഇംഗ്ലീഷ്, ഇവർ നോക്കുമ്പോൾ ഇംഗ്ലീഷ് പോലെ ഇരിക്കുന്നു, ബട്ട് സ്റ്റിൽ ഇത് നോർമൽ ഒരു ഇംഗ്ലീഷ് അല്ല, ഒരു ടു മച്ച് ഒരു കിങ്ലി ഇംഗ്ലീഷാണ്. അത് ശരിക്കുമുള്ള ഇംഗ്ലീഷ് അല്ല, അയാളെന്തോ ആക്റ്റീവാണ് എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും നടന്നു. ബില്ലും ജിമ്മും സർ മോഹൻലാലിനെയും അയാളുടെ എല്ലാ കാര്യങ്ങളും എടുത്ത് വെളി കളഞ്ഞു. അതുമാത്രമല്ല, ഈ ഇംഗ്ലീഷ് എല്ലാം കൂടെ കേട്ടിട്ട് ഈ ബ്രിട്ടീഷ് സോൾജിയേഴ്സ് അയാളുടെ മുഖത്തിട്ട് ഒരടിയും കൊടുത്തിട്ടാണ് വെളി കളഞ്ഞത്. അങ്ങനെ സർ മോഹൻലാൽ വെളിയിലായി. ട്രെയിൻ പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങി. ഇൻ്റർ ക്ലാസ് സെനേന കമ്പാർട്ട്മെൻറ്റിൽ വളരെ കംഫർട്ടബിളായിട്ട് ലക്ഷ്മി ഇരുന്നിട്ട് അവരെങ്ങനെയാണോ എത്ര കംഫർട്ടബിളായിട്ടാണോ ഇരിക്കുന്നത് അതുപോലെ ഇരുന്നിട്ട് അവരിങ്ങനെ മുറുക്കാനൊക്കെ ചവച്ച് വാ നിറയെയും തുപ്പൽ സലൈവ ഇങ്ങനെ വെച്ചിട്ട് മുറുക്കാൻ്റെയൊക്കെ ചവപ്പുള്ള ആ ഒരു സലൈവയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് എങ്ങനെയെങ്കിലും ട്രെയിൻ എടുത്ത് കളഞ്ഞാൽ എനിക്കൊന്ന് തുപ്പാമായിരുന്നു എന്നുള്ള രീതിയിൽ റെഡി ആയിട്ട് നിൽക്കുന്ന കംഫർട്ടബിളായിട്ടിരിക്കുന്ന ലക്ഷ്മി. ഒരു കാരണവശാലും തൻ്റെ ഐഡൻറ്റിറ്റി വിട്ട് കളയാതെ മറ്റൊരാളായിട്ട് പ്രിറ്റൻഡ് ചെയ്യാണ്ട് ജീവിക്കാനായിട്ട് താല്പര്യപ്പെട്ട ലക്ഷ്മി. ഈ ലക്ഷ്മിക്കാണ് അവസാനം അവൾ എന്താണോ വിചാരിച്ചത് അത് നടന്നത്. അവൾ കംഫർട്ടബിളായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു ബ്രിട്ടീഷുകാരനായിട്ട് പ്രിറ്റൻഡ് ചെയ്ത സർ മോഹൻലാലിൻ്റെ അവസ്ഥയോ
ശരിക്കുമുള്ള ബ്രിട്ടീഷേഴ്സ് വന്നിട്ട് അയാളെ എടുത്ത് വെളിയിൽ കളഞ്ഞു. അപ്പം നമ്മളുടെ ഐഡൻറ്റിറ്റി എന്താണോ, നമ്മളുടെ കൾച്ചർ എന്താണോ അതിനെ തന്നെ മുറുകെ പിടിക്കുന്നവർക്കായിരിക്കും ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. ഈ കാര്യങ്ങളിൽ ഇത്രയും കംഫർട്ടബിളായിട്ട് ലക്ഷ്മി ആ മുറുക്കാനൊക്കെ ഇങ്ങനെ കാറ്റിൽ പറത്തി തുപ്പിക്കൊണ്ട് കംഫർട്ടബിളായിട്ട് പോകുന്ന ഒരു കാഴ്ചയോട് കൂടിയാണ് ഖുശ്വന്ത് സിംഗ് കർമ്മ എന്ന് പറയുന്ന ഈ ഷോർട്ട് സ്റ്റോറി അവസാനിപ്പിക്കുന്നത്.